പ്രിയപ്പെട്ട കാരണവന്മാരെ, LDF-ന്റെ പ്രവർത്തകരെ, നാട്ടുകാരെ, ഒരു യോഗത്തിന് വന്ന പ്രതീതിയല്ല ഇരിക്കുന്നത്. ഒരു കുടുംബ സദസ് പോലെയാണ്. ഇവിടുന്ന് ഒരു മൈക്കും ലൈറ്റൊക്കെ ഉണ്ടെന്നുള്ളൂ. അത്ര അച്ചടക്കത്തോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, ഗൗരവത്തോടുകൂടി ഓരോരുത്തരും പറയുന്നത് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുകയാണ്. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള, നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുള്ള കുറ്റിച്ചിറ കുളത്തിന്റെ തീരത്ത് എന്നും മനുഷ്യർ തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും ഈ നാടിൽ തന്നെ മാതൃകയായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ യോഗം നടക്കുന്നത്. ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് രാജീവിന്റെ കൂടെ അതോടെ അങ്ങനെ തിരിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, എന്നോടൊക്കെ ഞങ്ങളവിടെ നോമ്പൊറക്കം വന്നിട്ടുണ്ട് വെച്ച്. എൻ്റെ രാജീവ്, അതല്ല ഞങ്ങൾ ഇവിടെ നിന്ന് വരണം. ഇവിടെ മനുഷ്യന്മാർ തമ്മിലുള്ള ഐക്യവും സ്നേഹവും ഇത് വേറൊരു ലോകമാണ്. എന്നോടൊക്കെ നമ്മൾ ചെറിയ വിവരത്തിനുണ്ട്. ആ ലോകമാണ് നമ്മളൊക്കെയും ആഗ്രഹിക്കുകയും ആ ലോകത്തിന്റെ ഒരു പിൻബലത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ഈ നാട്ടിൽ സമാധാനമായിട്ട് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നത്. പിണറായിയുമായി എന്റെ എതിരഭിപ്രായം തുടങ്ങുന്നത് അവിടെയാണ്. ഞാനൊന്നും ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടില്ല. ഞാനൊരു സഹയാത്രികനായിരുന്നു. അവിടെ ജയന്തും സുൽഫിയും മമ്പാക്കിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് പഴയകാല കോൺഗ്രസ്സുകാർ തന്നെയാണ്, യാതൊരു തർക്കമില്ല. ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ ഒരു വാപ്പാന്റെ മോൻ എന്ന നിലക്ക് അതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഒരു കാലഘട്ടം വന്നപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ കടന്നുകയറ്റവും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും മതേതരവാദികൾക്കും നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥ നമ്മുടെ കേരളത്തിലേക്കും കടന്നു വരുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് വർഗീയതക്കെതിരെ ശക്തമായ നിലപാടെടുത്തു പോന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം ഞങ്ങളൊക്കെ ജോയിൻ ചെയ്തിരുന്നു. പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്നു എന്ന ഒരു തോന്നൽ, ഇത് രണ്ടുമായിരുന്നു എന്നെ പോലെയുള്ള പലരെയും അതിലേക്ക് ചേക്കാനാണ് സാഹചര്യം ഒരുക്കിയത്. കാലം ഇങ്ങനെ മെല്ലെ കടന്നു പോവുകയാണ്. 16-21 ഗവൺമെന്റ് അങ്ങനെ കടന്നുപോയി. നമുക്കൊരു ദുരന്തത്തിന്റെ കാലമായിരുന്നു. നിരവധിയായ ദുരന്തങ്ങൾ, 18-ലും 19-ലും പ്രളയം, നിലമ്പൂരിലൊക്കെ വലിയ മലയിടിച്ചിലും 1073 ആളുകൾ മരിക്കുകയും ആയിരക്കണക്കിന് വീടുകൾ നഷ്ടപ്പെടുകയും മനുഷ്യരെ കൊണ്ട് എന്ത് ചെയ്യും, എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്ന് ഒരു വട്ടം ആലോചിച്ചെങ്കിലും പിന്നെ ശക്തമായി അതിലേക്ക് ഇറങ്ങിത്തിരിച്ച് ഈ നാട്ടിലെ മനുഷ്യസ്നേഹികളുടെ സഹായം ലഭ്യമാക്കി. ആ വിഷയങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിച്ച് അത് കഴിയുമ്പോഴേക്കും കൊറോണ വന്നു. കൊറോണയിലും ആ പ്രതിസന്ധിയെ ജനങ്ങളെ ഒന്നാകെ നിന്ന് നേരിട്ട് എല്ലാവർക്കും തോന്നി തിരക്കടില്ല, ഒരു ചാൻസ് കൂടി കൊടുക്കാം. നമ്മളൊക്കെ അതിനു വേണ്ടി പെടാപ്പാട് പെട്ടു. അങ്ങനെയാണ് ഈ ഗവൺമെന്റ് രണ്ടാമതും അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വന്നപ്പോൾ നമുക്കൊക്കെ വലിയ പ്രതീക്ഷയാണ്. ഒരു മാറ്റം, കേരളത്തിന്റെ വികസനം, തൊഴിലില്ലായ്മയിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്കൊരു മോചനം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം, ആരോഗ്യരംഗത്ത് തുടങ്ങി വെച്ച കാര്യങ്ങളുടെ പൂർത്തീകരണം വരുന്നതോടുകൂടി കേരളത്തിലെ സാധാരണക്കാരും ഇടത്തരക്കാരും ആശ്രയിക്കുന്ന ആശുപത്രികളിൽ വലിയ ആശ്വാസം ഉണ്ടാകും. അതിനെല്ലാം ഉപരിയായി മനുഷ്യർക്ക് മനുഷ്യരായി ജീവിക്കാൻ അവനവന്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് നൂറ്റാണ്ടുകളായി നമ്മൾ ജീവിച്ചു പോന്ന മതസൗഹാർദ്ദവും സ്നേഹവും ഇവിടെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യക്കാകെ ഫാസിസ്റ്റ് ശക്തികൾ വെല്ലുവിളി ഉയർത്തുമ്പോഴും അതിനെ തടുത്തു നിർത്തിയൊരു തുരുത്തായി മതേതര ഇന്ത്യയുടെ ഒരു മാതൃകയായി കേരളത്തിന് നിലനിൽക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ആയിരുന്നു എന്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ചിത്രം വളരെ പെട്ടെന്നാണ് മാറിയത്.
21 അധികാരത്തിലെത്തി. 21 അവസാനിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രവണതകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, IPS-കാരുടെ ഭാഗത്തു നിന്ന്, IAS-കാരുടെ ഭാഗത്തു നിന്ന്, IRS-കാരുടെ ഭാഗത്തു നിന്ന്, IFS-കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു തിരിച്ചറിവിനെ നമ്മൾ കാണുകയാണ്. പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അത് പരിഹരിക്കുന്നതിന് പകരം അതൊരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോകുന്നൊരവസ്ഥ. ഒരു സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇത്രയൊക്കെ മതി, നിങ്ങൾക്ക് അതിന് തന്നെ അർഹതയില്ല എന്നൊരു മനോഭാവത്തോടു കൂടിയുള്ള പ്രതികരണങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ വരികയാണ്. ആദ്യം തോന്നിയത് തോന്നലാകും. പിന്നെ മറ്റു പലരോട് സംസാരിച്ചു നോക്കുമ്പോൾ അവിടെയൊക്കെ ഉണ്ട് ഈ അസുഖം. അത് ഏറ്റവും കൂടുതൽ കണ്ടു തുടങ്ങിയത് മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇടപെടുമല്ലോ. ഇടപെട്ട് നോക്കി. പോലീസുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങളായിരുന്നു മലപ്പുറത്ത്. നിങ്ങൾക്ക് ഇപ്പോഴും ചിന്തിക്കാൻ കഴിയില്ല. 1.25 ലക്ഷം ചെറുപ്പക്കാര് അല്ലെങ്കിൽ മധ്യവയസ്കര് പാസ്പോർട്ട് പുതുക്കാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട് മലപ്പുറം ജില്ലയിൽ. ഇപ്പോഴും പാസ്പോർട്ട് കിട്ടാതെ പോയത് 10,000 കണക്കിനാണ്. എന്താ കാരണം? ഒരു കാരണവുമില്ല. പെറ്റി കേസുകൾ. എങ്ങനെയാ കേസ്? നിങ്ങൾ ബൈക്ക് ഓടിച്ച് പോവുകയാണ്, 3 ആളുണ്ടാവും ആവറേജ്. രാവിലെ ഈ തൊഴിലാളികള് തൊഴിലിന് പോകുന്ന നമുക്ക് കാണാം. അവര് ഒരു 5,000 രൂപ വെച്ച് 3 ആളുകൾ കൂടി ഒരു 15,000 രൂപ മുടക്കി ഒരു 50,000 രൂപക്ക് ലോണിട്ട് ഒരു 10,75,000 റുപ്യന്റെ 60,000 റുപ്യന്റെ ഒരു ബൈക്കാണ് ഈ 3 തൊഴിലാളികൾ രാവിലെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് അങ്ങാടികളിലേക്ക് തൊഴിലിന് വേണ്ടി പോകുന്നു. ആ സമയത്ത് പോലീസ് കാത്തു നിൽക്കുക. തിരിച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോഴും ഇത് തന്നെ അവസ്ഥ. കേസെടുക്കുകയാണ്. 3 ആള് വണ്ടിയിൽ കയറിയത്. 2,000-3,000 ഫൈനാണെങ്കിൽ അവരെന്തെങ്കിലും കാട്ടിയെടുക്കും. ക്രിമിനൽ ഒഫൻസ് ആക്കിയിട്ട് കോടതിയിൽ കൊടുക്കുകയാണ്. ഫൈന് വാങ്ങൂല. ബൈക്ക് ഓടിച്ചവന്റെ പേരിൽ കേസെടുക്കാനുള്ളൂ. ഒരു കാറ് കൊണ്ടുപോയി ഇടിച്ചാൽ ആ കാറിൽ യാത്ര ചെയ്തവരുടെ പേരിൽ കേസെടുക്കാൻ പറ്റുള്ളൂ. ഡ്രൈവ് ചെയ്തതിന്റെ പേരിലല്ലേ. അതിനെ രാജ്യത്തിന്റെ CRPC IPC അനുവദിക്കുന്നുള്ളൂ. പക്ഷെ മലപ്പുറത്ത് വേറെ രീതിയായിരുന്നു. ആ 3 ആളെ പേരിൽ FIR ഇട്ടു. 3 FIR. അവിടെ സാധാരണക്കാരായ മണൽ തൊഴിലാളികൾ ഇഷ്ടംപോലെയുണ്ട് മലപ്പുറത്ത്. ചാലിയാർപ്പുഴ ബേപ്പൂർ വന്ന് അവസാനിക്കുന്നതിന്റെ 3/4 പങ്കും നിലമ്പൂർ മണ്ഡലത്തിലൂടെയും എടവണ്ണ അരീക്കോട് ഭാഗത്തു കൂടിയാണ് കടന്നു വന്നത്. നമുക്കറിയാം. ഈ തൊഴിലാളികൾ 5 ആള് കൂടി ഒരു 19,000 രൂപ ഉണ്ടാക്കി ചെറിയ ഒരു ടിപ്പർ ലോറി വാങ്ങി ബാക്കി അടവിട്ട് അവര് ജീവിതമാർഗമാണ്. 2 ആൾക്ക് 3 ആൾക്ക് വെള്ളത്തിൽ പുഴയില് മുങ്ങി അവിടുന്ന് മണൽ വാരി ജീവിക്കുന്ന 10,000 കണക്കിന് ആളുകളുണ്ടായി. അപ്പൊ ബേപ്പൂർ വന്നപ്പോഴും ആ വിഷയം ആര് സംസാരിക്കുന്നുണ്ട്. അത് മുഴുവൻ തടഞ്ഞു. കേരളത്തിന്റെ നിയമസഭ പാസ്സാക്കിയതാണ് ചാലിയാറിലെ മണൽ വാരാൻ. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് മണൽ വാരൽ നടക്കാത്തതിന്റെ പേരിൽ പുഴയുടെ അടിത്തട്ട് ഉയർന്ന് 2-2.5 മീറ്റർ 3 മീറ്ററോളം ഉയരത്തില് മണ്ണും ചെളിയും മണലും അടിഞ്ഞു കിടക്കുകയാണ്. 4 മഴ പെയ്താൽ വെള്ളപ്പൊക്കമാണ്. ശാസ്ത്രീയമായിട്ട് ഇത് വാരണം എന്ന് സർക്കാർ നിയോഗിച്ച സമിതി പഠനം നടത്തി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്ത് ഓർഡേഴ്സാക്കിയ കാര്യം ഒരു തരി മണൽ എടുക്കാൻ ഈ പറയുന്ന പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥർ അനുവദിക്കില്ല. കാരണം പറയാണ്, ലൈഫ് ഭവന പദ്ധതി 4 സെന്റ് 3 സെന്റിലാണ് ഈ 4 ലക്ഷം റുപ്യ ഗവൺമെന്റ് കൊടുത്ത് നാട്ടുകാരും ബന്ധുക്കളും അയൽവാസികളും പാർട്ടിക്കാരും ഒക്കെ കൂടിക്കൊടുത്ത് ഒരു 5-6 ലക്ഷം റുപ്യ അല്ലെങ്കിൽ ഒരു 400 സ്ക്വയർ ഫീറ്റ് വീട് കുത്തിക്കൂട്ടാൻ കഴിയില്ല. അങ്ങനെ വീടിന് തറയിട്ടതിന് ശേഷം തറയിൽ മണ്ണിടട്ടെ. ആ മണ്ണിടാൻ ഒരു സമ്മതിക്കില്ല. ഒരു നിലക്കും സമ്മതിക്കില്ല.
ഇതിനൊക്കെ ഒരു പ്രത്യേക തരം മാഫിയ സംഘങ്ങൾ അവർക്കെല്ലാം കൈകാര്യം ചെയ്യാം. ഇങ്ങനെ മനുഷ്യ ജീവിതം ഒരു ഭാഗത്ത് ഈ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയും ഈ പറയുന്ന രീതിയിൽ നിരവധിയായ കള്ളക്കേസുകൾ, ലക്ഷക്കണക്കിന് കള്ളക്കേസുകൾ 2021 വരെയുള്ള കണക്ക് മലപ്പുറം ജില്ല നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 8000 തൊട്ട് 10,000 വരെ കേസുകളാണ് ഒരു ജില്ലയിൽ ആകെ രജിസ്റ്റർ ചെയ്ത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷെ സ്ഥിതിയാകെ മാറി. ഈ പറയുന്ന സുജിത് ദാസ് IP എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ പോലീസ് സൂപ്രണ്ട് അധികാരത്തിൽ വന്ന് 3.5 വർഷക്കാലമാണ് ജില്ലയിലെ പോലീസ് സൂപ്രണ്ട് ആയിരിക്കുന്നത്. ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കേസ് നേരെ കുത്തനെ കൂടി, ഒരിരട്ടിയല്ല, 2 ഇരട്ടിയല്ല, 3 ഇരട്ടിയല്ല, 4 ഇരട്ടിയിലധികം. 10,000-ന് താഴെ നിന്നിരുന്ന കേസുകൾ 40,000, 50,000 ആയി. ഇതിങ്ങനെ കുമിഞ്ഞു കൂടുകയാണ്. പല സ്ഥലത്തും ഇത് ചർച്ചകൾ വരികയാണ്. 3 കൊല്ലം കൊണ്ട് ജില്ലയാകെ ക്രിമിനൽ ജില്ലയാക്കി മാറ്റി ഈ ചങ്ങാതി. നമ്മൾ ഓടിച്ചു വിട്ടാണ്. ഒരാൾക്കും പാസ്പോർട്ട് കൊടുക്കാൻ കഴിയില്ല. വിദേശത്ത് നിന്ന് വന്നിട്ട് ആരുടെയെങ്കിലും ബൈക്കിന്റെ മൂട്ടിൽ കയറിയിട്ട് പോവുകയാണെങ്കിൽ അവന്റെ പേരിൽ കേസ്. അങ്ങനെ പാസ്പോർട്ട് മുടങ്ങിയവരാണ്. പാസ്പോർട്ട് എടുക്കാൻ കഴിയാത്ത 10,000 ഇപ്പോഴും നിൽക്കുന്നു. ഒരു സമൂഹത്തെ മൊത്തത്തിൽ ബന്ധവസ്ഥയിലാക്കുക എന്ന് പറയില്ലേ. പല ഘട്ടത്തിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ, പാർട്ടിയുടെ ശ്രദ്ധയിൽ, പാർലമെന്ററി പാർട്ടിയിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട്, മന്ത്രിമാരോടല്ലാതെ പലപ്പോഴും പറഞ്ഞു നോക്കാം, ചെയ്യാം, അങ്ങനെയുണ്ടോ, അത് ശരിയാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായി അവർ അതിനെ പരിഹാരം കാണുന്നതിന് പകരം ഇത്തരത്തിലുള്ള കൊള്ളക്കാരായ ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് അവസാനിച്ചില്ല. ഇങ്ങനെ ഇതൊരു വാർത്തയായി നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നു. മലപ്പുറം ജില്ല ക്രിമിനലുകളുടെ ജില്ലയാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ സർട്ടിഫൈ ചെയ്യുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ഇപ്പൊ ഈ കഴിഞ്ഞ പാർലമെന്റിൽ എന്ത് സംഭവിച്ചാണ്? പാർലമെന്റ് സെഷനിൽ ഒരു അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ വന്നു പാർലമെന്റിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ല ഏത്? പാർലമെന്റിൽ വന്ന ചോദ്യം. 4 മാസം മുമ്പ്. എന്താ ഉത്തരം? മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല. എന്താ കാരണം? അവിടെ മഹാഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളാണ് താമസിക്കുന്നത്. നിങ്ങൾ നോക്കണം എങ്ങോട്ടേക്കാണ് പിണറായി ഈ കാര്യത്തെ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോഴിക്കോട്ട് ഒരു മാമി ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ മറന്നപ്പോ? ഞാൻ മറന്നിട്ടില്ല കേട്ടോ, ഞാൻ ഇപ്പോഴും എന്റെ പിന്നിലുണ്ട്. ആരാ മാമിയെ കൊണ്ടുപോയത്? ആരാണ് കൊണ്ടുപോയത്? ഈ നിമിഷം വരെ ഉത്തരവുണ്ടോ? കോഴിക്കോട് എയർപോർട്ട് മിനിയാന്നത്തെ ഹൈക്കോടതിയിൽ കസ്റ്റംസ് കൊടുത്ത ഒരു റിപ്പോർട്ട് ഒരുപക്ഷെ നിങ്ങൾ വാർത്ത കണ്ടവർ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്തായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്? എയർപോർട്ടിന്റെ പ്രമിസസിൽ നിന്ന് പോലീസിന് ഈ സാധനം പിടിക്കാൻ അധികാരമില്ല. പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കസ്റ്റംസിനെ ഏൽപ്പിക്കണം. അതാണ് കസ്റ്റംസ് നിയമം. അത് പാലിച്ചിട്ടില്ല എന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കണമെന്നും പറഞ്ഞ് പോലീസ് കോഴിക്കോട് ചീഫ് സൂപ്രണ്ട് ഹൈക്കോടതിയിൽ കൊടുത്ത പരാതിയിൽ കോടതിയുടെ പരാമർശമാണ് ഞാൻ ഈ പറഞ്ഞത്. 152 കേസുകൾ സ്വർണം വെളിയിൽ നിന്ന് പിടിച്ച് പോലീസ് രജിസ്റ്റർ ചെയ്തു. ഞാനന്ന് വിശദീകരിച്ചതാണ്. മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ ഒരു പ്രധാന വിഷയം അതായിരുന്നു. ഇപ്പൊ അന്വേഷണം നടത്തി ക്ലീൻ ചിറ്റ് കൊടുത്തു.
1.5 ദിവസം ഞാൻ കൊടുത്ത ഐജിക്ക് കൊടുത്ത മൊഴി, ഡീറ്റെയിൽഡ് മൊഴി, റെക്കോർഡഡ് മൊഴി, വീഡിയോഗ്രാഫിഡ് മൊഴി ഓരോന്നും വസ്തുനിഷ്ഠമായി കൃത്യമായിട്ട് കൊടുത്തതാണ്. ഞാൻ അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊക്കെ വിട്ടേക്കുന്നത്. പോലീസ് കേസെടുത്ത 152 കേസുണ്ട്. അതിൽ 10-200ഓളം പ്രതികളുണ്ട്. നിങ്ങൾ 25 ആളെ അതിന് റാൻഡമായി വിളിക്കുക. എവിടുന്നെങ്കിലും അവരോട് ചോദിക്ക്, നിങ്ങൾക്ക് ആരാണ് ഈ സ്വർണം തന്നത്? എങ്ങനെയാണ് നിങ്ങൾ എയർപോർട്ടിന് പുറത്ത് കിടന്നത്? എവിടെ വെച്ചാണ് പോലീസ് നിങ്ങളെ പിടിക്കുന്നത്? പിടിച്ചിട്ട് നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? എവിടെയാണ് പരിശോധന നടത്തിയത്? എത്ര സ്വർണമായിരുന്നു നിങ്ങൾ കൊണ്ടുവന്നത്? ഏത് തട്ടാനാണ് ഇത് തൂക്കിയത്? എന്തിനാണ് ഈ സ്വർണം ഒരുക്കിയത്? ഈ കാര്യം മാത്രമേ അന്വേഷിച്ചാൽ മതി. കാര്യം വ്യക്തമാകും. ഒരാളെ വിളിച്ചില്ല. അറിയാം നമുക്ക് ഒരാളെ കൊണ്ടോട്ടി അങ്ങാടിയില് ഒരു 25 സ്ക്വയർ ഫീറ്റില് ഭൂമിയും ചിരട്ടയും വെച്ച് ഊതി സ്വർണ്ണപ്പണി ചെയ്തിരുന്ന ഒരു ഉണ്ണിയാണ് ഇന്ന് കൊണ്ടോട്ടി അങ്ങാടിന്റെ 3/4 ഭാഗം അദ്ദേഹത്തിന് കെട്ടിടാൻ. ഈ ചങ്ങാതി ആരാ? കസ്റ്റംസുകാർ സ്വർണം ഒരുക്കാൻ കൊടുക്കുന്ന തട്ടാൻ. പത്രക്കാരെ കൊണ്ടുപോയി സ്വത്തും മുതലുകളും കാണിച്ചു കൊടുക്കാവുന്ന മുഴുവൻ ഞാൻ കാണിച്ചു കൊടുത്തു. ഉണ്ണിയെ ചോദ്യം ചെയ്തിട്ട് പോലില്ല. ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്നും കൊണ്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മാമി ഒരന്വേഷണവും ഇവിടെ എത്തിയിട്ടില്ല. എത്തിയാൽ എത്തുന്ന സ്ഥലം എനിക്കറിയാം. നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് പറഞ്ഞ ADGP അജിത് കുമാർ അടക്കമുള്ള സംഘം അവർ നടത്തിയ കള്ളക്കടത്തിന്റെ പിന്നാമ്പുറത്തിന്റെ ഒരു രക്തസാക്ഷിയാണ് നമ്മുടെ മാമി. എന്റെ വീടിന്റെ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള റിദാൻ ബാസിൽ എന്ന് പറയുന്ന 22 വയസ്സുള്ള ഒരു കുട്ടി, ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ ഈ പോലീസ്, ഈ അജിത് കുമാറും സുജിത് ദാസും ഒരു ഇൻഫോമറായി കുറച്ചു കാലം ഉപയോഗിച്ചു. അങ്ങനെ ചില കാര്യങ്ങൾ ഈ റിദാൻ ബാസിന്റെ കയ്യിൽ കിട്ടി. ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കോൺവെർസേഷനും വീഡിയോസും അതവന്റെ കയ്യിലുണ്ട് എന്ന് പിന്നീട് ഇതിൽ ഉൾപ്പെട്ട ഈ അജിത് കുമാറും സുജിത് ദാസും അടക്കമുള്ള പോലീസ് അറിയണം. അവന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ തട്ടിയെടുക്കണം. അവൻ അത്യാവശ്യം കായികാഭ്യാസം അറിയുന്ന ചെറുപ്പക്കാരനാണ് വീട്ടിന്റെ അടുത്ത്. അങ്ങനെ ഒരു പെരുന്നാളിന്റെ തലേ ദിവസം അവനോട് പരിചിതമുള്ള 2 കൂട്ടുകാർ വന്ന് വീട്ടിന്റെ തൊട്ടപ്പുറത്ത് ഒരു 600-700 മീറ്റർ അപ്പുറത്ത് ആളുകൾ കാറ്റുകൊള്ളാനിരിക്കുന്ന ഒരു കുന്നപ്പുറമുണ്ട്. അവിടത്തേക്ക് ലോകം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ആ ഫോണ് തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തി. ഇതാണ് വസ്തുത. ഞാൻ പച്ചയായി പറയല്ലേ. ആ ഫോണ് തട്ടിയെടുക്കാൻ ശ്രമം നടത്തിയപ്പോ ഇവൻ അതിനെ ചെറുത്തു. ഇവർ കയ്യിൽ കരുതിയിരുന്ന തോക്കെടുത്ത് വെടിവെച്ചു. ആ പയ്യനവിടെ മരിച്ചു. ആ കേസിൽ ആരും പ്രതികളെയല്ല, വേറെ ചില ആളുകളെ പ്രതികൾ എന്ന രീതിയിൽ അതിൽ കള്ളക്കേസിൽ കുടുക്കി ആ കേസ് എവിടെയും എത്താതെ നിൽക്കുക. ഇതൊക്കെ ഈ പറയുന്ന അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന തട്ടിപ്പിന്റെ ബാക്കി പത്രങ്ങളാണ്. അത് ബാക്കി കിടക്കുകയാണ്. അവിടെയാണ് പിണറായി കുടുങ്ങിക്കിടക്കുന്നത്. പിണറായിയെ സംബന്ധിച്ച് മകളും അതിൽ മരുമകനും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഈ പറയപ്പെടുന്ന ശശി ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ചിലരും കൂടി നടത്തിയ ഇത്തരത്തിലുള്ള നിരവധിയായ കള്ളക്കടത്തിന്റെയും തട്ടിപ്പിന്റെയും വിവരം കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി. കേന്ദ്ര ഏജൻസി
പിണറായി വിജയനുമായിട്ട് പിന്നീട് ബാർഗൈനിങ് ആണ്. ഇവരെ ഉള്ളിലാക്കണം, ഞങ്ങൾ പറയുന്നത് കേൾക്കണം, ഇത്രേ ഉള്ളൂ. അത്ര സിമ്പിളാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അത് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുക എന്ന ഒറ്റ ഉത്തരവാദിത്വം കൊണ്ട്, ആ ഉത്തരവാദിത്വം മാത്രം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ വർഗീയവാദികൾക്ക് ഈ കോലത്തിൽ സഖാവ് പിണറായി വിജയന് കീഴൊതുങ്ങേണ്ടി വന്നത്. ഒരു രക്ഷയില്ല. അതിന് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെയും മതേതരവാദികളെയും കുരുതി കൊടുക്കണം. ആ കുരുതി കൊടുക്കാനുള്ള കരാർ ഏറ്റെടുത്തിട്ടാണ് പിണറായി മുന്നോട്ട് പോകുന്നത്. എന്തെല്ലാം അന്വേഷണങ്ങൾ വന്നു, എവിടെ എത്തി? ഏതെങ്കിലും ഒരു അന്വേഷണം നമുക്ക് കാണാനുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു MLA പോലും ഇല്ലാത്ത BJPക്ക് മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. അത് ഈ നാട് തിരിച്ചറിയുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു രാപ്പകൽ കൊണ്ട് ഒരു പിണറായിയെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇത്ര വലിയ ന്യൂനപക്ഷ വിരോധിയായി വർഗീയവാദിയായി മാറാൻ കഴിയുമെന്ന്? അധികാരം നിലനിർത്തണം, അതല്ലാതെ ഒരു മാർഗവുമില്ല. എന്ത് മാർഗവും സ്വീകരിക്കും. ആരുമായും കൂട്ടുപെട്ടു. 100 വെള്ളാപ്പള്ളിമാരെ അങ്ങാടിയിൽ ഇറക്കി വർഗീയത പച്ചയിൽ പറയിക്കും. എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചു. പക്ഷേ ഇതിന്റെയൊക്കെ മുകളിൽ ഒരാളിരിക്കുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ. അവർക്കത് വിശ്വാസം രക്ഷപ്പെടുന്നവര് വിശ്വസിക്കേണ്ട ഗതികളിലേക്ക് കാര്യമാറ്റി നിൽക്കുന്നു. ഇവിടെ ഈ വർഗീയവാദം ഒരു ഭാഗത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവരാനുള്ള പരിശ്രമം നടക്കുമ്പോഴാണ് ശബരിമല വിഷയം വന്നത് പിണറായിയുടെയും കൂട്ടാളികളുടെയും മൂർധാവിൽ വന്ന് വീഴുന്നത്. എന്താണെന്ന സ്ഥിതി? കേരളത്തെ ആകെ, കേരളത്തിന്റെ ഈ മതനിരപേക്ഷ നിലപാടിനെ അട്ടിമറിച്ചുകൊണ്ട് വർഗീയ ഫാസിസ്റ്റുകളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരാനുള്ള കണക്കുകൾ കൂട്ടിവെച്ചിരുന്നു പിണറായി. 2024 പാർലമെന്റ് ഇലക്ഷനോട് കൂടി ഇനി ന്യൂനപക്ഷങ്ങൾ വേണ്ട എന്ന് പിണറായി തീരുമാനിക്കുക. അതിനുശേഷമല്ലേ ഈ വലിയ മാറ്റങ്ങളൊക്കെ? ആ മാറ്റം അദ്ദേഹം കണക്ക് വെച്ചിരുന്നത് ഈ പറയുന്ന പാലക്കാട് തൊട്ട്, പാലക്കാടും മലപ്പുറവും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും വയനാടും ചേർന്ന ഈ 6 ജില്ല, ഇതാണല്ലോ മലബാർ. ഇവിടെ 52 നിയമസഭാ മണ്ഡലമുള്ളത്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ 88 നിയോജക മണ്ഡലമുണ്ട്. അതിൽ 64 മണ്ഡലം ഇപ്പോഴും അവരുടെ കയ്യിലാണ്. ആ 64 മണ്ഡലങ്ങൾ നിലനിർത്തിയാൽ മതി. അത് കേരളത്തിലെ ഈ ഫാസിസ്റ്റുകളുമായി കൂട്ടുചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലൂടെ അതിനെ നിലനിർത്തി 63 സീറ്റ് അവിടെ നിലനിർത്തിയാൽ ഇവിടെ ഈ 52 സീറ്റുണ്ടല്ലോ. ഇവിടെ എല്ലാ മതന്യൂനപക്ഷങ്ങളും തലകുത്തി മറിഞ്ഞാലും ഒരു 10-12 സീറ്റ്, ഇന്ന് അവർക്ക് 40ഓളം സീറ്റുണ്ട് ഇവിടെ. അതിൽ 10-12 സീറ്റ് കിട്ടിയാൽ 75 സീറ്റിൽ അധികാരത്തിൽ വരാൻ കഴിയും. ഇതായിരുന്നു പിണറായി വിജയന്റെ കണക്കൂട്ട്. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന വർഗീയവാദം മുഴുവൻ ഈ നാട്ടുകാരോട് പറയുന്നത്. അതിനുവേണ്ടിയാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. അതിലേക്കാണ് ഈ പറയുന്ന പടച്ചോൻ ഇറങ്ങി വരുന്നത് ഈ നാട്ടുകാർ. ഇന്നെന്താണ് സ്ഥിതി? ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ ഈ ഗവൺമെന്റിനെ കുറിച്ച്, ഈ മന്ത്രിമാരെ കുറിച്ച്, ആ പാർട്ടിയെ കുറിച്ച് BJP പോലും ചില അനുനയ നീക്കങ്ങൾ ഈ ശബരിമല കൊല്ലയിലെ നിലപാടെടുത്തല്ലോ. BJP നേതാക്കന്മാരുടെ പത്രമാധ്യമ പ്രവർത്തകർ ഈ അരുംകൊള്ളയെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ BJP ലീഡർഷിപ്പിന്റെ മറുപടി? അത് മുമ്പുണ്ടായിട്ടുണ്ടല്ലോ.
അത് ഈ നാട്ടിലെ വിശ്വാസികളായ ഹൈന്ദവ സമുദായം അത് മനസ്സിലാക്കി. അതിന്റെ വലിയൊരു ശതമാനം തിരിച്ചടി ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലുണ്ടായി. നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നവർക്കുണ്ടാവുമല്ലോ. വിശ്വാസി സമൂഹം പിണറായി വിജയനും കൂട്ടരും നടത്തിയ ഈ ശബരിമല കൊള്ളയിൽ അതിനെ ചോദ്യം ചെയ്യേണ്ട ഭാരതീയ ജനതാ പാർട്ടി അതിനെ ചോദ്യം ചെയ്യേണ്ടതുപോലെ ചോദ്യം ചെയ്തില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയനെ സഹായിക്കുന്ന നിലപാടെടുത്തു എന്ന് കൃത്യമായും ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിന് ബോധ്യപ്പെട്ട കാലത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെയും ഇന്നും വരുന്ന വാർത്ത എന്താണ്? ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി കൊള്ളയടിക്കപ്പെട്ട സംഖ്യയുടെ കണക്കുകൾ, വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. 500 ആളെ പോലും ആ പന്തലിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് നമ്മളൊക്കെ കണ്ടതല്ലേ. ആ 500 ആൾക്കും വേണ്ടിയിട്ട് ചെലവഴിച്ചത് 10 കോടിയോളം രൂപ എന്ന് ദേവസ്വം കമ്മീഷണർ കോടതിയിൽ കൊടുത്ത കണക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 കോടിയിൽ കാരണഭൂതർക്ക് കടക്കാൻ 2 ലക്ഷം റുപ്യന്റെ കട്ടിലും കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങളിതൊക്കെ കാണുന്നു കേൾക്കുന്നു ഉണ്ടാകുമല്ലോ. ഇത് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞു വന്നത്. ഈ പോക്ക് എങ്ങോട്ടാണ്? തൊഴിലാളി എന്ന വാക്ക് പോലും ഇനി ഞങ്ങൾ ഉച്ചരിക്കൂലെന്നാ ഗോവിന്ദ മാഷ് ഞാൻ ഫറൂഖ് എന്ന് പറഞ്ഞു. ഏതായാലും ഉച്ചരിക്കുന്നില്ല. അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനം, ഒരു തൊഴിലാളി പ്രസ്ഥാനം, ഒരു മതേതര പ്രസ്ഥാനം, ഇതായിരുന്നല്ലോ അതിന്റെ ബേസ്. ആ 2 ബേസും തകർത്തു എന്ന് മാത്രമല്ല, അതിന് നേരെ ഓപ്പോസിറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കുന്നത്. കൊള്ള സംഘമായി മാറിയിരിക്കുക. ഒന്നും ബാക്കിയില്ല. മരുമകന്റെ രാഷ്ട്രീയത്തെ കുറിച്ചും മന്ത്രിയെ പദവിയെ കുറിച്ചൊന്നും ഞാൻ പറയണ്ട. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നാടാകെ കുട്ടിച്ചോറാക്കി കൊള്ളയടിച്ച് പണസമ്പാദനത്തിനുള്ള മാർഗം എന്തുണ്ടോ അവിടെയൊക്കെ മൈക്രോസ്കോപ്പ് വെച്ച് പഠനം നടത്തി JCB കൊണ്ടുപോയി ആ സമ്പത്ത് മാന്തിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനാ സംവിധാനത്തിലേക്ക് ഈ പിണറായി സംഘം മാറി. അതിന്റെ അവസാനത്തെ തെളിവ് നിങ്ങളും നോക്കണം. ഇവിടെ വിഷയങ്ങൾ ആകെ കത്തിപ്പൊത്തുമ്പോഴാണ്, ഈ അഴിമതി കഥകൾ കത്തിപ്പൊത്തുമ്പോഴാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമം നടത്തിയത്. എന്നിട്ട് വല്ല മടിയുണ്ടോ? ഇത്ര പച്ചയായി കളവ് നടത്തിയ ഒരു കാലഘട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത് ഞങ്ങളുടെ അവകാശമാണ് എന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. അത് തന്നെയാണ് പുതുയുഗ യാത്ര കടന്നു പോകുന്ന വഴികളിൽ നമ്മളൊരു ആരവം കേൾക്കുന്നില്ലേ? കേരളത്തിൽ എന്തോ ഒരു ആരവം നമ്മുടെയൊക്കെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടല്ലോ. ഒരു മാറ്റത്തിന്റെ ആരവം. ഏത് രീതിയിലാണ് മാറ്റം വരാൻ പോകുന്നത്? നിങ്ങൾ എഴുതി വെച്ചത് ഈ മലബാറടക്കം കേരളം മൊത്തത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ ചിന്തക്കപ്പുറം ഒരു പൊതുസമൂഹത്തിലുണ്ടായ മാറ്റം നിങ്ങൾക്ക് കാണാം. പിണറായി എന്ന പേര് കേൾക്കുമ്പോ എന്താ നിങ്ങൾക്കൊക്കെ തോന്നുന്നത്? അത് UDF മാത്രമല്ല തോന്നുന്നത്, ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ തോന്നുകയാണ്. എല്ലാവരും മനുഷ്യന്റെ മനസ്സുകൊണ്ട് വെറുക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയായി എത്ര പെട്ടെന്നാണ് അദ്ദേഹം മാറിയത്. എന്താ കാരണം? അദ്ദേഹം കേരളത്തിന്റെ മതേതരത്തിന്റെ കടക്കലാണ് കത്തിവെച്ചത്. BJP നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? RSS നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? അവർ അവരുടെ രാഷ്ട്രീയം പറയുന്നു. അവരങ്ങനെയാണ് കഴിഞ്ഞ 100 കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പിണറായിയോട് തോന്നുന്ന വെറുപ്പിന്റെ 5%
ഈ പറയുന്നവരോട് എന്താ നമുക്ക് തോന്നാത്തത്? അത് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്, അത് മതേതര സ്വഭാവമാണ്. അതിന്റെ കടക്കലാണ് പിണറായി വിജയൻ കത്തിവെച്ചത്. ജനം സഹിക്കില്ല. അവിടെയാണ് ജനം ഒരുമിക്കുന്നത്. ഇടതുപക്ഷവും UDF തമ്മിലല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് പിണറായിസവും കേരളത്തിലെ ജനങ്ങളും തമ്മിലാണ്. ആ ജനമാണ് ഇവിടെ വോട്ട് ചെയ്യാൻ പോകുന്നത്. എവിടെ നിന്നാണ് ഈ ആളുകൾ പുതിയ യാത്രയിലേക്ക് എത്തിപ്പെടുന്നതെന്ന് റസാഖ് മാഷ് അടക്കം നാട്ടിൽ സന്ദേഹം രേഖപ്പെടുത്തി. ഞാൻ പറയുന്ന ജനം അതാണ്. അതിലെല്ലാവരും ഉണ്ടാകും. ഒരു മനസ്സാണ് കേരളത്തിൽ നിങ്ങൾ എഴുതി വെച്ചത്. പ്രതിപക്ഷ നേതാവ് 100 സീറ്റ് എന്ന് പറയുമ്പോഴും നാളെ രാവിലെയാണ് വോട്ടിംഗ് എങ്കിൽ 20 സീറ്റ് തികക്കാൻ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്നത്തെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ സാധ്യമല്ല. ഞങ്ങൾ കൈയടിക്കാൻ പറയുന്നത് എന്റെ വിശ്വാസമാണ്. പിണറായി ഈ അവസ്ഥയിൽ എത്തുമെന്ന് 1.25 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ ആ അവസ്ഥയിൽ ഇന്ന് എത്തിയില്ലേ? സഖാക്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ. എന്നെ കാണാൻ ചിലരൊക്കെ വന്ന് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റവാക്കി അവരോട് പറഞ്ഞുള്ളൂ, നിങ്ങൾ 100 ആള് അന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് അന്വേഷണ വിധേയമാക്കണം എന്ന് പറഞ്ഞൊരു 100 ആള് കേരളത്തിൽ അന്ന് നിങ്ങൾ നിന്നിരുന്നെങ്കിൽ ഈ ഗതികളിൽ നിങ്ങൾ എത്തൂലായിരുന്നു. ഞാനോട് പറഞ്ഞു, വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെടുത്ത നിലപാടിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ തെണ്ടാനാണ് വിധി. ഞാൻ പറഞ്ഞു, അങ്ങനെ തന്നെ ആ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾ അനുഭവിച്ചോളണം. ഈ ജനതയെ, ഈ പൊതുസമൂഹത്തെ ഈ രീതിയിൽ പിണറായിയുടെ ഒരു കുടുംബത്തിന് വേണ്ടി ബലി കൊടുത്തവരാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, അത് അനുഭവിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം ഒരുപാട് വൈകി, ഒരുപാട് പ്രസംഗം കേട്ടതാണ്. പിന്നെ നിങ്ങൾ കാത്തിരുന്ന സ്ഥിതിക്ക് ഒരു 10 മിനിറ്റ് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കുറച്ച് സമയം കൂടി ഇരിക്കുന്നത്. എന്തായാലും നമുക്കൊരു മാറ്റം ഉണ്ടാകും, അതിശക്തമായ മാറ്റം ഉണ്ടാവും. എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിലേക്ക് റമദാൻ കടന്നു വന്ന് നമ്മളെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ആ ഒരു മാസത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊക്കെ നിരവധിയായ പരിമിതികളാണ് നമുക്ക്. പിന്നീടുള്ളത് വളരെ കുറഞ്ഞ ദിവസങ്ങളായിരിക്കും. അതുകൊണ്ട് നോമ്പുകാലത്ത് ഉൾപ്പെടെ നമ്മൾ ഉയർത്തിവെച്ച ഈ ആശയങ്ങൾ, ഈ കുറ്റിച്ചിറയും പരിസരവും മലബാറും കോഴിക്കോടും ഒക്കെ നമ്മൾ ജീവിക്കുന്ന ഈ സ്നേഹത്തിലും സൗഹൃദത്തിലും പരസ്പര സഹായത്തിലും ജീവിക്കുന്ന ഈ മതസൗഹാർദ്ദം സാമൂതിരിയുടെ ഈ നാട്ടിൽ, കുഞ്ഞാലിമരക്കാരുടെ ഈ നാട്ടിൽ അതൊക്കെ നിലനിർത്തി പോകാൻ ബാധ്യസ്ഥരായവരാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇത് കൈമാറേണ്ടവരാണ് നമ്മൾ. ആ മതസൗഹാർദ്ദം ഇവിടെ നിലനിർത്തേണ്ടതുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും കേളുകുട്ടി അമ്മയുടെയും ഈ പറയുന്ന മൊയ്ത് മൗലവിയുടെയും ഒക്കെ ഈ നാട് എന്നും മതേതരത്തിരുന്ന നാടാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തിൽ ഇടപെടുന്നതിന്റെ വളരെ നല്ലൊരു ചിത്രം കൂടിയാണ് ഇതുപോലെയുള്ള നമ്മുടെ പൊതു സദസ്സുകൾ. ഇനിയും ഐക്യത്തോടെയും സ്നേഹത്തോടെയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി നമുക്ക് ഇവിടെ ജയിച്ചു കയറേണ്ടതുണ്ട്. ഇവിടുത്തെ സമൂഹത്തിൽ സജീവമായി നിൽക്കുന്ന ആളുകൾ, ജയന്തിനെ പോലെയുള്ള സജീവമായിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ഈ നാട്ടിൽ ജനപ്രതിനിധികളായി വന്ന് ഈ നാട്ടിലുണ്ടാക്കിയ കാലുഷ്യവും അഴുക്കും ഈ അഴിമതിയും കോഴിക്കോടിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന്, മലബാറിൽ നിന്ന് പരിപൂർണമായും ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനവുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. ഇവിടെ പങ്കെടുത്ത എല്ലാ കൗൺസിലർമാർക്കും ഹൃദയപൂർവ്വം അഭിവാദ്യം അർപ്പിക്കുന്നതോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ സത്യസന്ധമായി പ്രവർത്തിക്കാൻ കൗൺസിലർമാർക്ക് സാധിക്കട്ടെ എന്ന് അവരോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെ വിളിക്കുകയും ഇവിടെ എത്താൻ കഴിയുകയും ചെയ്ത അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച അമ്മയടക്കമുള്ള സുൽഫി അടക്കമുള്ള ഇവിടുത്തെ കോൺഗ്രസ് ലീഡേഴ്സിനെ
മുസ്ലിം ലീഗ് ലീഡേഴ്സിനെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.